ഫെലിക്സ്, നമ്മളിപ്പോ ഈ കാണുന്ന ദൃശ്യങ്ങളുണ്ടല്ലോ, അത് എവിടെ നിന്നുള്ളതാണ് ഫെലിക്സ്? ആര്യ, മണ്ണുണ്ടി കോളനിയിലെ ഇതാണ് കോളനിയുടെ പ്രദേശമെങ്കിൽ ഇത് വനപ്രദേശമാണ്. ഇത് കേരളത്തിൻ്റെ വനമേഖലയാണ്, തോൽപ്പെട്ട് റേഞ്ചിലെ വനമേഖലയാണ്. ഈ വനമേഖലയ്ക്കുള്ളിലാണ് ഇപ്പോൾ ആനയുള്ളത്. അതായത് നേരത്തെ മിഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്ന ബാവലിയുടെ സ്ഥലത്ത് നിന്നും ആന ഈ ഭാഗത്തേക്ക് മാറിയിരിക്കുന്നു, നീങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടതാണ്. കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വനമേഖലയിലേക്ക് പോയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വശത്ത് കോളനിയാണ്, 42 കുടുംബങ്ങൾ താമസിക്കുന്ന കോളനി. അതിന് തൊട്ടിപ്പുറത്തായി ഒരു ചെറിയ തോടുണ്ട്. ഇത് ബാവലി പുഴയിലേക്ക് എത്തും. അപ്പോൾ ഈ തോടിനപ്പുറത്തേക്ക് ഈ വനമേഖലയിലാണ് ഇപ്പോൾ ആന ഉള്ളത്. നേരത്തെ തന്നെ ഏതാണ്ട് അല്പം മുമ്പാണ് ആന അവിടേക്ക് എത്തിയത്. അവിടെ നിന്നും ഏതാണ്ട് 3 കിലോമീറ്റർ അപ്പുറത്തേക്ക് എത്തുമ്പോൾ മൈസൂർ കാടായി കഴിഞ്ഞു, അത് മൈസൂരിൻ്റെ പ്രദേശമായി കഴിഞ്ഞു. അപ്പോൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആന അതിർത്തി കടന്നു പോകാനുള്ള സാധ്യതയും ഉണ്ട്. ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾ ചേട്ടാ ഇപ്പം വീണ്ടും ഈ പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ് ആന എന്ന് പറയുന്നത്. അതിലൊരു ആശങ്കയുണ്ടോ? പിന്നെ ആശങ്കയില്ലേ, കാരണം നമ്മളിവിടെ ജനിച്ചു വളർന്ന ആളാണ്. 67 വയസ്സായി. ഇത്രയും കാലത്തോളം ഇത്രയും ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല നേരത്തെ ഇത്രയും കാലത്തിനിടയ്ക്ക്. നമ്മളെ സംബന്ധിച്ചാൽ ഇവിടെ ബബർ സോണാണെന്നും പറഞ്ഞിട്ട് അതിപ്പോൾ ആനയ്ക്ക് മനസ്സിലായതല്ല, എനിക്ക് സംശയമുണ്ട്. ഈ ഗവൺമെൻറ് രണ്ടും കൂടെ കൂടിയിട്ട്, ഈ ഗവൺമെൻറ്റില്ല കേന്ദ്ര ഗവൺമെൻറ് അടക്കം വരുന്ന ഗവൺമെൻറ്റുകൾ അറിഞ്ഞുകൊണ്ട് ഇതിനെ കൊണ്ട് ബൗണ്ടറി കൊണ്ട് വിടുന്നതാണ്. കാരണം കർണാടകയെ സംബന്ധിച്ച് അവിടെ വെള്ളമില്ല, തീറ്റയില്ല. കേരളത്തിൽ വെള്ളമുണ്ട്, തീറ്റയൊക്കെ ഉള്ളതുകൊണ്ട് ആനയെല്ലാം കൂടെ ഇവിടെ വരുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഇവിടുന്ന് എത്ര കിലോമീറ്റർ പോയാൽ നമുക്ക് മൈസൂർ മറ്റേ ബോർഡറിലേക്ക് 3-3.5 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ ബോർഡറാണ്, കേരളത്തിൻ്റെ ബോർഡറാണ്, കർണാടക ബോർഡറാണ്. ഇപ്പോൾ ആന ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ് ഇങ്ങനെ വന്നതല്ലേ ഇവർ പറയുന്നത്. കുറച്ചാൽ പറഞ്ഞു, നമ്മൾ ആരും കാട്ടിലേക്ക് പോയില്ലല്ലോ. ഭീഷണിയാണോ വീണ്ടും? ഭീഷണി എന്ന് പറഞ്ഞാൽ ഭീഷണി. ഈ തോട്ടിലേക്ക് ഒരു 4-5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഏരിയയിലുള്ള 100-ഓളം ആദിവാസി കുടുംബങ്ങളും അല്ല മറ്റ് ആൾക്കാരും ഇവിടെ അലക്കാൻ വരുന്നതാണ്. ഇവിടുന്ന് 5 മണി 6 മണി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. അത്രയ്ക്ക് കടുവയായിട്ടും ആനയായിട്ടും മറ്റുള്ള മൃഗം ഇഷ്ടം പോലെ. അപ്പോൾ എന്തായാലും ആനയെ മയക്കുവെടി വെക്കാതെ പിടിക്കാതെ വിടാൻ പാടില്ല. തീർച്ചയായും അതുതന്നെയാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. മയക്കുവെടി വെച്ച് ആനയെ എത്രയും വേഗം പിടികൂടണം. വനംവകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വനത്തിനുള്ളിലുണ്ട്. ഏറ്റവും സുപ്രധാനമായ കാര്യം, ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ആദ്യഘട്ടത്തിൽ അത് പാളിപ്പോയെന്ന് തന്നെ പറയേണ്ടി വരും. ആന ആ പ്രദേശത്ത് നീങ്ങി. നേരത്തെ കുങ്കിയാനകൾ നിന്നിരുന്ന സ്ഥലം ബാവലി പരിസരത്താണെങ്കിൽ അവിടെ നിന്നും ഏറെ ദൂരം, അതായത് 1 കിലോമീറ്ററുകൾക്ക് മാറിയാണ് ഈ പറയുന്ന മണ്ണുണ്ടി കോളനിയുടെ സമീപത്തുള്ള വനപ്രദേശം വരുന്നത്. ഇപ്പോൾ അവിടേക്ക് ആന എത്തിയ പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്ന് പറയുമ്പോൾ നേരത്തെ അത്ര എളുപ്പമുള്ള കാര്യമല്ല, കുറച്ചുകൂടി വെല്ലുവിളി നിറഞ്ഞതായി മാറുന്നു. കാരണം ആ സ്ഥലത്തേക്ക് മറ്റൊരു ടെറൈനിലേക്ക് ആന എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മയക്കുവെടി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടോ അവിടെ എന്ന് ആദ്യം പരിശോധിക്കണം. നേരത്തെ നമ്മൾ ഈ മയക്കുവെടി വെക്കാനുള്ള വെറ്റിനറി ഡോക്ടർമാരടങ്ങിയ സംഘം ഈ വനത്തിനുള്ളിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് അവിടെ നിന്നും അവർക്ക് മാറേണ്ടതുണ്ട്, കുങ്കിയാനകളെ ഈ പ്രദേശത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ കുങ്കിയാനകൾ അവിടേക്ക് എത്തുകയാണെങ്കിൽ അവിടെ നിന്ന് കുങ്കിയാനകൾക്ക് അതായത് മയക്കുവെടി വെച്ചാൽ തന്നെ അത് ബുദ്ധിമുട്ടേറിയ ഒന്നാവും. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം മറ്റൊരിടത്തേക്ക് ആനയെ മാറ്റേണ്ടിയും വരും. അങ്ങനെ വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ മോഴയാനയെ വെടിവെക്കുക, മയക്കുവെടി വെച്ച് പിടികൂടുക എന്ന ദൗത്യം കുറച്ചുകൂടി ദുഷ്കരമാകുന്നു, വെല്ലുവിളികൾ നിറഞ്ഞതാകുന്നു. വൈകുന്നേരമാകുമ്പോൾ തീർച്ചയായും ഈ സമയം ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. തീർച്ചയായും സമയം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്നലെ രാവിലെ ഇറങ്ങിയ ആനയാണ്, അല്ലെങ്കിൽ ഇന്നലെ രാവിലെയോട് കൂടി തന്നെ നമ്മൾ കണ്ട ആനയാണ്. ഒരു മനുഷ്യൻ്റെ ജീവൻ എടുത്ത ഒരു മൃഗമാണ്. അതിനെ എത്രയും വേഗം പിടികൂടുക, അല്ലെങ്കിൽ അതിനെ എത്രയും വേഗം മയക്കുവെടി വെച്ച് പിടികൂടുക എന്നതായിരുന്നു ഏറ്റവും സുപ്രധാനമായ കാര്യം. അത് ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് മയക്കുവെടി വെക്കാനുള്ള ഉത്തരവിറങ്ങിയത്. പക്ഷേ പിന്നീട് അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇപ്പോൾ കൂടുതൽ വെല്ലുവിളിയായി ആനയുടെ സഞ്ചാരപാത. നേരത്തെ തന്നെ നമുക്കറിയാം, ഇന്നലെ ആന ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നും ഇന്ന് രാവിലെ എത്തുമ്പോൾ കിലോമീറ്ററുകൾ മാറി മറ്റൊരിടത്തേക്ക് ആന പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അവിടെ നിന്നും ഇപ്പോൾ ആന മറ്റൊരിടത്തേക്ക് മാറിയിരിക്കുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക്, അതായത് ആനയുടെ സഞ്ചാരപാത തന്നെ പലയിടങ്ങളിലേക്ക് മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മാറുമ്പോൾ നേരത്തെ ആര് പറഞ്ഞതുപോലെ തന്നെ ഈ ദൗത്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ദൗത്യം വളരെ ദുഷ്കരമാകുന്നു, ബുദ്ധിമുട്ടേറിയതാകുന്നു, വെല്ലുവിളികൾ നിറഞ്ഞതാകുന്നു എന്നതാണ്. അതായത് ഒരേ സ്ഥലത്ത് ആന നിലയുറപ്പിക്കുന്നില്ല, പലയിടങ്ങളിലേക്ക് ഈ ആന നീങ്ങുന്നു. നേരത്തെ ഒരു സ്ഥലം കണ്ടെത്തി, അതായത് നേരത്തെ തന്നെ ആന നിലയുറപ്പിച്ച ആ സ്ഥലം കൃത്യമായി നിരീക്ഷിച്ച് അവിടേക്ക് കുങ്കിയാനകളെ എത്തിച്ചു, വെറ്ററി ഡോക്ടർമാരടങ്ങുന്ന സംഘത്തെ ഒക്കെ എത്തിച്ച്
ഈ ദൗത്യം മിഷൻ ആരംഭിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ആന അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങിയത്. ഇപ്പോൾ നമ്മൾ കാണുന്ന മണ്ണുണ്ടി കോളനി പരിസരത്തെ വനമേഖലയിലേക്ക് ആന നീങ്ങിയത്. ഇവിടെ നിന്നും 3.5 കിലോമീറ്റർ ഇപ്പം മാറിയാൽ കർണാടക വന അതിർത്തി എത്തും. നമ്മളിപ്പോൾ കാണുന്ന സ്ഥലത്ത് ഇപ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ്. അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വളരെ അടുത്തായാണ് ഇപ്പോൾ ആന ഉള്ളത് എന്നതാണ് അവർ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നത്. അപ്പോൾ വളരെ അടുത്തായി ഇവിടെ ആനയുണ്ട്. ആ ആനയെ ഇനി എങ്ങനെ മയക്കുവെടി വെച്ച് പിടികൂടും എന്നത് വളരെ വളരെ നേരത്തെ ആളുകൾ പറഞ്ഞിരുന്നല്ലോ, ഇപ്പോൾ 6 മണി 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ നേരത്തെ കാണിച്ച തോട് അവിടേക്ക് എത്രയോ ആദിവാസി കുടുംബങ്ങൾ വരാറുള്ള സമയമാണെന്ന്. അപ്പൊ ഈ ആളുകൾ താമസിക്കുന്ന ഒരു മേഖലയ്ക്ക് അടുത്താണ് ഇപ്പോൾ ആനയുള്ളത്. തീർച്ചയായും നേരത്തെ അതായത് ബാവലി മേഖലയിൽ ആന ഉണ്ടായിരുന്നതുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ജനവാസ മേഖലയിലേക്ക് അടുത്തേക്ക് ആന എത്തുന്നു എന്നതാണ്. രാവിലെ നമ്മൾ ഈ പ്രദേശത്ത് തന്നെയായിരുന്നു ആന ഉണ്ടായിരുന്നത്. മണ്ണുണ്ടി കോളനിയുടെ ഈ വനമേഖലയിലല്ല, മറ്റൊരു പ്രദേശത്തായിരുന്നു ആന ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി അടുത്ത്, അതായത് ജനവാസ മേഖലയോട് കുറച്ചുകൂടി അടുത്ത് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തോട്, ഈ പുഴ കടന്നാൽ ഇപ്പുറത്തേക്കാണ് വനമേഖല, മറ്റൊരു സ്ഥലത്ത് കോളനി ആദിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്നും ഏതാണ്ട് ദൂരം മാറി ഇപ്പോൾ ആന നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നതാണ്.